പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അഖിൽ പി ധർമ്മരാജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 6ാമത്തെ ഭാഗമാണ്. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ ഒന്ന് കേട്ടതിന് ശേഷം ഈ ഭാഗം കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഥയിലേക്ക് പോകും മുമ്പ് ഡിസ്ക്ലെയിമർ പോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് വായിക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു 3-4 മിനിറ്റത്തെ ഭാഗം കുട്ടികൾ കേൾക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അതിനാൽ മുതിർന്നവർ ദയവായി ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഈ ഭാഗം കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. റാം അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. കഥ കേട്ടാൽ മാത്രമേ അവൻ അടങ്ങൂ എന്ന് മനസ്സിലായപ്പോൾ മഴത്തുള്ളികൾ വീഴുന്ന ട്രാക്കിലേക്ക് നോക്കി മല്ലി പറഞ്ഞു തുടങ്ങി. സേലത്തായിരുന്നു കാളിദാസിൻ്റെ വീട്. അവന് മദ്യപാനിയായ ഒരച്ഛനും സാധുവായ ഒരമ്മയും പാവം ഒരനിയനും ഉണ്ടായിരുന്നു എന്നല്ല, അവരൊക്കെ ഇപ്പോഴുമുണ്ട്. അവന് 5 വയസ്സുള്ള സമയത്ത് അടുത്ത വീട്ടിൽ മദ്യപിച്ച് വെളിവില്ലാതെ കിടക്കുന്ന അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മ നിരന്തരം അവനെ അങ്ങോട്ടേക്ക് വിടുമായിരുന്നു. അന്നവന് അമ്മമാരുടെ മുല കുട്ടികൾ ചീമ്പുമ്പോൾ മാത്രമാണ് പാല് കിട്ടുക എന്നുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അച്ഛൻ്റെ ആ സുഹൃത്താണ് അവനെ തിരുത്തിയത്. ആണുങ്ങളിലും പാൽ ചുരക്കാറുണ്ടെന്ന് അവനെ അയാൾ പഠിപ്പിച്ചു കൊടുത്തു. ഓരോ ദിവസവും അച്ഛൻ്റെ മദ്യപാനം കൂടിക്കൂടി വന്നു. അച്ഛൻ്റെ ചങ്ങാതിക്ക് കാമം തീർക്കുവാനുള്ള അവസരങ്ങളും. പോകെ മുതിർന്ന ആൺകുട്ടികളൊക്കെ അവനെ തൊട്ടാലോ തലോടിയാലോ അവർക്ക് പാൽ ചുരത്താൻ വേണ്ടിയുള്ള അടയാളമാണതെന്ന് 5 വയസ്സുകാരൻ തെറ്റിദ്ധരിച്ചു. ചിലർ ആ തെറ്റിദ്ധാരണ മുതലെടുക്കുവാനും തുടങ്ങി. സമപ്രായക്കാർക്കൊപ്പം കളിക്കാൻ പോകേണ്ട സമയത്ത് അവനെ മുതിർന്നവർ അവരുടെ നേരമ്പോക്കിനു വേണ്ടി ഒപ്പം കൊണ്ടു നടന്നു. മടി കൂടാതെ കൂടെ ചെല്ലുവാൻ അവൻ ഇഷ്ടപ്പെട്ട മിഠായികൾ അവർ വാങ്ങിക്കൊടുത്തു. പോകെ ഗ്രാമത്തിലെ ആണുങ്ങളിൽ പലരും കാമം ശമിപ്പിക്കാൻ കാളിദാസിനെ കൂടെ കൂട്ടി. നാട്ടിലെ സുന്ദരികളായ പല സ്ത്രീകളുടെ പേരും വിളിച്ചുകൊണ്ട് അവർ അവനെ ഉപയോഗിച്ചു. ആ വിളികളിൽ അവരെയൊക്കെ പോലെ താനും ഒരു പെണ്ണാണെന്ന് അവൻ സങ്കല്പിച്ചു. അവൻ്റെ നടത്തവും ശൈലികളും പെൺകുട്ടികളുടേതുപോലെയായി മാറി. മറ്റുള്ള കുട്ടികളെപ്പോലെ സ്വാഭാവിക വളർച്ചയില്ലാത്തതിനാൽ മാനസികമായും ശാരീരികമായും പലതരം മാറ്റങ്ങളും അവനിലുണ്ടായി. മുതിർന്നവർക്കൊപ്പം കാമം തീർക്കാൻ പോയി നാട്ടിലെ ആള് വരാത്ത മതിലിടുക്കും വയൽവരമ്പുകളും മരച്ചുവടുകളുമെല്ലാം അവന് കാണാപ്പാടമായിരുന്നു. തിരിച്ചറിവ് വന്നു തുടങ്ങിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളത്രയും തൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നവൻ തിരിച്ചറിഞ്ഞു. അതോടെ മുതിർന്നവരുടെ കാമം ശമിപ്പിക്കാൻ പോകുന്ന പരിപാടിയും അവൻ നിർത്തി. പക്ഷേ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞവ പെട്ടെന്ന് മാറില്ലല്ലോ. തൻ്റെ സമപ്രായക്കാർ പെൺകുട്ടികളെ നോക്കുമ്പോൾ അവൻ പോലും അറിയാതെ ആൺകുട്ടികളെ പ്രേമിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ സമപ്രായക്കാർ ലൈംഗികതയെപ്പറ്റി രഹസ്യമായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഓർമ്മ വച്ചപ്പോഴേ തനിക്ക് ലഭിച്ചിട്ടുള്ള ബാലപാഠങ്ങളാണല്ലോ എന്നോർത്ത് അവന് പലപ്പോഴും ചിരി പൊട്ടി. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു രാത്രിയിലാണ് അവൻ്റെ അച്ഛൻ മദ്യപിക്കാൻ ആരോ പണം കൊടുത്ത് സഹായിച്ചതിന് പ്രതിഫലമായി അമ്മയെ ഒരു രാത്രി കൊടുക്കാമെന്ന പേരിൽ അയാളെയും കൂട്ടി വീട്ടിലേക്ക് വന്നത്. അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് വയലിലും മറ്റും പണിക്ക് പോയാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്ന ആളുടെ തലയിൽ അമ്മ തിളച്ച വെള്ളം കോരി ഒഴിച്ച് ഓടിച്ചു വിട്ടു. ആ രാത്രിയിൽ വീട്ടിൽ വലിയ വഴക്ക് നടന്നു. കാളിദാസിൻ്റെ അനുജനപ്പോൾ ഉറങ്ങുകയായിരുന്നു. പക്ഷേ കാളിദാസ് അതിനെല്ലാം സാക്ഷിയായിരുന്നു. അമ്മയെ അയാൾ നഗ്നയാക്കി ശാരീരികമായി ഒരുപാട് ഉപദ്രവിച്ചു. തീരെ അവശയായ അവൻ്റെ അമ്മ ആ രാത്രി തന്നെ അവനെയും അനുജനെയും കൂട്ടി ആ വീട് വിട്ടിറങ്ങി. അതിനുശേഷം പഠിക്കണം, അമ്മയെയും അനുജനെയും നല്ല രീതിക്ക് നോക്കണം എന്ന ലക്ഷ്യം മാത്രമായിരുന്നു കാളിദാസിന്. അമ്മ വയൽ പണിക്ക് പോകുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആ കുടുംബം മുന്നോട്ട് പോകാത്തതിനാൽ അവനും ജോലി തേടി ഇറങ്ങി. തൻ്റെ സ്ത്രൈണതയെ ആളുകൾ പരിഹസിക്കുന്നത് കൊണ്ട് ഏത് ജോലിയും ചെയ്യാൻ അവന് പരിമിതികളുണ്ടായി. അങ്ങനെയാണ് ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും അവൻ പെൺവേഷം കെട്ടി ആടിത്തുടങ്ങിയത്. തൻ്റെ അതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന അനവധി പേരെ അവൻ അവിടെ കണ്ടുമുട്ടി. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് അവൻ്റെ കുടുംബം കഴിഞ്ഞു പോന്നു. അനുജൻ്റെ പഠിപ്പും കാളിദാസിൻ്റെ പഠിപ്പും ഒരുപോലെ നടന്നു. അവൻ +2 പഠിക്കുന്ന സമയത്തൊക്കെ പരീക്ഷയുടെ തലേന്ന് പോലും പുലർച്ചെ വരെ വേഷം കെട്ടാൻ പോയിരുന്നു. വീട്ടിൽ അമ്മയും അനുജനും പട്ടിണി കിടക്കാൻ പാടില്ലെന്നും അനുജന് ഒരുവിധ കുറവുകളും ഉണ്ടാകുവാൻ പാടില്ലെന്നുമായിരുന്നു അവൻ്റെ ആഗ്രഹം. അങ്ങനെ 90% മാർക്കോടെ അവൻ +2 പാസ്സായി. അപ്പോഴേക്കും അവൻ്റെ അനുജനും ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. പോകെ തൻ്റെ ചേട്ടൻ്റെ വ്യക്തിത്വം അനുജന് നാണക്കേടായി തുടങ്ങി. കൂട്ടുകാർക്കിടയിൽ പലപ്പോഴും അവനും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി. ആ സമയത്താണ് നാളുകൾക്ക് ശേഷം അവരുടെ അച്ഛൻ അവരെ തേടി വന്നെത്തിയത്. അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു അയാൾ അവരെ 3 പേരെയും
തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തന്നെ നശിപ്പിച്ച ഗ്രാമത്തിലേക്ക് തിരികെ പോകുവാൻ കാളിദാസിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും അമ്മയും അനുജനും അച്ഛനോടൊപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവനും അവരോടൊപ്പം ചെന്നു. അച്ഛൻ കുടി നിർത്തിയതിനാൽ വീട്ടിൽ ചെലവിന് മറ്റൊരു മാർഗം ലഭിച്ചു. എങ്കിലും കാളിദാസ് ഉന്നത പഠനം ആഗ്രഹിച്ചു. സ്വന്തം ചെലവിൽ അവൻ ബിരുദം പഠിക്കാൻ ചേർന്നു. രാത്രികാലങ്ങളിൽ അവൻ വേഷം കെട്ടി ആടാൻ പോകുന്നതിൽ അനുജനെപ്പോലെ തന്നെ അച്ഛനും അതൃപ്തി പ്രകടിപ്പിച്ചു. അവർക്ക് നാണക്കേടുണ്ടാക്കാതെ വീട്ടിൽ തന്നെ മുഴുവൻ സമയവും ഒതുങ്ങിക്കൂടാൻ കാളിദാസിനെ അവർ നിർബന്ധിച്ചു. എങ്കിലും കാളിദാസ് പഠിക്കാനും വേഷം കെട്ടി ആടാനും പോയിക്കൊണ്ടിരുന്നു. ആദ്യമൊക്കെ അമ്മ കാളിദാസിൻ്റെ ഭാഗം നിൽക്കുമായിരുന്നെങ്കിലും അനുജനും അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് കാളിദാസിനെ കുത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചെറുത്തു നിൽക്കാനാവാതെ അമ്മയും പതിയെ നിശബ്ദയായി. കാളിദാസ് ശരിക്കും ആ വീട്ടിൽ ഒറ്റപ്പെട്ടു. ആ സമയത്താണ് ജോലി ചെയ്യുന്ന കമ്പനിയുടെ ട്രെയിനിങ്ങിനോ മറ്റോ ആയി കാളിദാസിൻ്റെ വീടിനരികിൽ 1 മാസത്തെ താമസത്തിനായി ഒരു സുന്ദരനായ താടിക്കാരൻ വന്നെത്തുന്നത്. അയാൾ കാളിദാസിനെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അവർക്കിടയിൽ ഒരു സ്നേഹബന്ധം ഉടലെടുത്തു. വീട്ടിൽ വഴക്കുണ്ടാകുന്ന ദിവസങ്ങളിൽ കാളിദാസിനെ അയാൾ അയാളുടെ വീട്ടിൽ സംരക്ഷിച്ചു. ചില ദിവസങ്ങളിൽ കാളിദാസ് അയാൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഒടുവിൽ ട്രെയിനിങ് കഴിഞ്ഞ് ചെന്നൈക്ക് പോകാൻ തുടങ്ങിയ അയാൾ കൂടെ ചെല്ലാൻ പറഞ്ഞു. ജീവിതം മടുത്തു തുടങ്ങിയ കാളിദാസിന് ആ വിളി അത്രമേൽ വിലപ്പെട്ടതായിരുന്നു. അതുവരെ എങ്ങു നിന്നും ലഭിക്കാത്ത സ്നേഹം ഉപേക്ഷിക്കാൻ അവന് കഴിഞ്ഞില്ല. അയാളെ വിശ്വസിച്ച് സേലംകാരനായ കാളിദാസ് അത്യാവശ്യം സാധനങ്ങളുമായി അമ്മയോട് പോലും പറയാതെ വീട് വിട്ടിറങ്ങി ചെന്നൈക്ക് ട്രെയിൻ കയറി. ഒടുവിൽ കാളിദാസ് ജീവിതം കൊടുത്ത് സ്നേഹിച്ച അയാളും കൂട്ടുകാരും ചേർന്ന് അവനെ പരമാവധി ഉപയോഗിച്ച ശേഷം ഹിജറകളുടെ തെരുവിൽ കൊണ്ടിട്ടു. അങ്ങനെ കാളിദാസ് അവരുടെ സഹായത്തോടെ മല്ലിയായി പുനർജനിച്ചു. ആ മല്ലി ഇപ്പോൾ മറ്റൊരു താടിക്കാരനോട് ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തൻ്റെ പഴയ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മല്ലി ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. ദേ ട്രെയിൻ വരുന്നുണ്ട്. മല്ലി തൻ്റെ ജീവിതം കേട്ടിരുന്ന റാമിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് നീ എൻ്റെ ഒപ്പം കയറണ്ട മല്ലി. നിന്നെ ആളുകൾ പരിഹാസത്തോടെ നോക്കുന്നതോ നീ ആളുകളുടെ മുന്നിൽ തെണ്ടുന്നതോ കാണാൻ എനിക്കിപ്പോൾ പറ്റില്ല. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ സ്ലോ ചെയ്യുമ്പോൾ റാം പറഞ്ഞു. അത് കേട്ട് മല്ലി ഒന്ന് ചിരിച്ചിട്ട് അവൻ്റെ തലമുടിയിൽ ഒന്ന് ചികഞ്ഞു. ശരി, നീ പൊയ്ക്കോ, ഞാൻ അടുത്ത ട്രെയിനിൽ കയറിക്കൊള്ളാം. റാം വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണുനീരിൻ്റെ ഒരു കണം പോലും അവയിലുണ്ടായിരുന്നില്ല. പക്ഷേ റാമിൻ്റെ കണ്ണുകളിൽ അത് ആവോളമുണ്ടായിരുന്നു താനും. ട്രെയിൻ നിന്നപ്പോൾ അവൻ അകത്ത് കയറി ഒഴിഞ്ഞ ഒരു സീറ്റിൽ പോയിരുന്നു. 1 മിനിറ്റിന് ശേഷം ട്രെയിൻ വീണ്ടും മുന്നോട്ടെടുത്തപ്പോൾ അവൻ ഒരിക്കൽ കൂടി പുറത്തേക്ക് നോക്കി. മല്ലി എങ്ങോട്ടേക്കോ മറഞ്ഞിരുന്നു. ട്രെയിൻ സാവധാനത്തിൽ വേഗത വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയി. റാം അന്ന് കോളേജിലേക്ക് എത്തുമ്പോൾ സമയം 9:45 ആയിരുന്നു. എന്തു പറ്റി ലേറ്റായേ? റാമിനെ കണ്ടതും ആനന്ദി ചോദിച്ചു. മല്ലിയോട് സംസാരിക്കുകയായിരുന്നു. ഉന്മേഷമില്ലാത്ത രീതിയിൽ അവൻ പറഞ്ഞു. ശിവസാർ കയറിയിട്ടില്ല, വേഗം ചെന്നോ. ആനന്ദി മുകളിലേക്ക് കണ്ണുകാട്ടി പറഞ്ഞു. റാം അവളെ നോക്കി പുഞ്ചിരിയോടെ മുകളിലേക്ക് നടന്നു കയറി. ക്ലാസ് ആകെ ബഹളമായിരുന്നു. തൻ്റെ സീറ്റിനരികിൽ സതീഷ് ഇരിക്കുന്നത് കണ്ട് റാം ക്ലാസ്സിലാകെ ഒന്ന് കണ്ണോടിച്ചു നോക്കി. സതീഷിൻ്റെ സീറ്റിലിരുന്ന് വെട്രി ഫോണിൽ നോക്കിയിരിക്കുന്നു. രേഷ്മ ദേഷ്യത്തിലാണ്. എന്തുപറ്റി? അവനെന്താ അവിടേക്ക് മാറിയേ? റാം പിന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ ആ ചിങ്കാവിയുടെ കാര്യം പറഞ്ഞ് വഴക്കായി. അവൻ വിശ്വസിച്ചില്ലേ? ഇല്ലെന്നേ. അവളല്ല, അവളെപ്പറ്റി കുറ്റം പറഞ്ഞ ആനന്ദി കഞ്ചാവാന്ന അവനിപ്പോൾ പറയുന്നത്. ഇനി നമുക്കൊന്നും പറയണ്ട റാം. അവൻ പോയി എന്താന്ന് വെച്ചാൽ അനുഭവിക്കട്ടെ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അത് പറഞ്ഞിട്ട് റാം ആദ്യത്തെ വരിയിലേക്ക് ചെന്നിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെട്രിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിച്ചെടുത്തു. എന്താ മച്ചാ ഇത്? ഫോൺ തന്നേ. എടാ, രേഷ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. വേണേൽ ആനന്ദിയോട് ചോദിച്ചു നോക്ക്. ആഹാ, അപ്പോൾ നിങ്ങളെല്ലാം ഒരു ടീമായല്ലേ? നീ പോയേ. വെട്രി റാമിൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു. അപ്പോഴേക്കും ശിവസാർ ക്ലാസ്സിലേക്ക് വന്നെത്തിയിരുന്നു. റാം തിരികെ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു. സതീഷിനെ രേഷ്മയുടെ സീറ്റിലേക്ക് വിട്ടിട്ട് രേഷ്മ റാമിൻ്റെ ഒപ്പം കയറിയിരുന്നു. അന്ന് ഉച്ചയ്ക്കത്തെ ബ്രേക്കിന് തലേന്നത്തെ പോലെ തന്നെ വെട്രി അവർക്കൊപ്പം ഉണവകത്തിലേക്ക് പോയില്ല. മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ റാമും രേഷ്മയും കൂടി ഒരു കുടയിലായി റോഡിലൂടെ നടന്നു. ഇവൻ ഇങ്ങനെ ഒരു പെൺകോന്തനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നടക്കുന്നതിനിടയിൽ റാം പറഞ്ഞു. ഇവന് കിട്ടുന്നതൊക്കെ ഇതുപോലെ എന്തെങ്കിലും തകരാറുള്ള ആളുകളാകുമെന്നേ. ഇതിനു മുൻപ് എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരു കാമുകിയുണ്ടായിരുന്നു. ഫറൂച്ചി എന്നായിരുന്നു അവളുടെ പേര്. ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തോ മറ്റോ പരിചയപ്പെട്ടതാ. ഒരു മെൻ്റൽ കേസായിരുന്നു. വെള്ളം കണ്ട അവൾക്ക് പ്രാന്ത. ദിവസവും ക്ലാസ് കെട്ടാക്കിച്ചിട്ട് ഇവനെയും കൊണ്ട് നാട്ടിലുള്ള സകല കുളങ്ങളിലും ചെക്ക് ഡാമിലുമൊക്കെ നീന്താൻ പോകും.
ഒരു ദിവസം അവൾ മറീന ബീച്ചിൽ പോയി നീന്തിയിട്ട് തിരിച്ചു വന്നില്ല. അതിനുശേഷം മുടിയൊക്കെ നീട്ടി വളർത്തി വാരണം 1000 എന്ന സൂര്യ ഫിലിമിലെ ആ ശോകപ്പാട്ടുമിട്ട് കുറേ കാലം ഇവൻ നടന്നു. പിന്നെ ഇവൻ്റെ വേഷം കെട്ട് ആരും മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ അവനും അത് വിട്ടു. പക്ഷേ കടലിൽ നീന്താൻ പോയി ആ പെണ്ണെവിടെ പോയി? ആർക്കറിയാം. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ദിവസങ്ങളിൽ ആർക്കും കടലിൽ അപകടം പറ്റിയിട്ടില്ല. എന്തായാലും അവൾ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന ഇനമല്ല. എൻ്റെ ബലമായ സംശയം അവളെ വല്ല തിമിംഗലവും വിഴുങ്ങിയിട്ടുണ്ടാകുമെന്നാ. ഇല്ലെങ്കിൽ ഡെഡ് ബോഡി എങ്കിലും കിട്ടണ്ടേ? രേഷ്മയുടെ നിസ്സാരമായിട്ടുള്ള മറുപടി കേട്ട് റാം അവളെ വല്ലാതെ നോക്കി. അവർ ഉണവകത്തിലെത്തുമ്പോൾ അവർക്ക് മുന്നേ ആനന്ദി അവിടെ എത്തിയിരുന്നു. റാമും രേഷ്മയും തൈരുസാദവും വാങ്ങി അവൾക്കരികിലേക്ക് പോയിരുന്നു. വെട്രിയുടെ കാര്യം പറഞ്ഞു. നമുക്ക് വഴിയുണ്ടാക്കാം. കാര്യങ്ങൾ കേട്ടതും ആനന്ദി പറഞ്ഞു. ആ സമയത്ത് ഉണവകത്തിൽ വിളമ്പാൻ നിൽക്കുന്ന അക്ക ഭക്ഷണം വാങ്ങാൻ വന്ന ഒരു സ്ത്രീയുമായി എന്തൊക്കെയോ ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഇവളുടെ തലവഴി എനിക്ക് തിളച്ച സാമ്പാർ ഒഴിക്കണം, രേഷ്മ രൂക്ഷമായി അവരെ നോക്കി പറഞ്ഞു. അത് കേട്ട് ചിരി അടക്കി പിടിച്ചുകൊണ്ട് റാമും ആനന്ദിയും പരസ്പരം നോക്കി. ആഹാരം കഴിച്ചു കഴിഞ്ഞ് 3 പേരും നുങ്കമ്പാക്കം തെരുവിലൂടെ നടക്കുമ്പോൾ മഴ ശമിച്ചിട്ടുണ്ടായിരുന്നു. കാളിദാസ് എന്തു പറയുന്നു റാം? കാളിദാസ് മരിച്ചു. ഇപ്പോൾ മല്ലിയാണ് ജീവിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അവൾ തന്നെ പറഞ്ഞതാ. ആനന്ദി വിചാരിച്ചാൽ അവൾക്ക് ഡാൻസ് അക്കാദമിയിലെ അടുത്ത ബാച്ചിൽ ഒരു അഡ്മിഷൻ റെഡിയാക്കാൻ സാധിക്കില്ലേ? ഞാനും അതിനുള്ള ആലോചനയിലാണ് റാം. ഒരു ട്രാൻസ്ജെൻഡറിന് അഡ്മിഷൻ കൊടുത്താൽ കോളേജിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുകയുള്ളൂ എന്ന ലൈനിൽ ശ്രീനിവാസ് സാറിനോടൊന്ന് സംസാരിക്കണം. അത് കേട്ടപ്പോൾ റാമിന് സന്തോഷമായി. നാളെ സാറ്റർഡേ അല്ലേ? നീ പാർട്ടിയുടെ വീട്ടിലേക്ക് വരില്ലേ റാം? രേഷ്മ ചോദിച്ചു. പിന്നെ ഇല്ലേ, ആഴ്ചയിലൊരിക്കൽ തേനീച്ചയുടെ കുത്തുകൊണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനവുമില്ല, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ രാവിലെ ഒരു ടീമിനെ ഒരു പ്രോപ്പർട്ടി കാണിച്ചു കഴിഞ്ഞാൽ എനിക്കും വേറെ വർക്കൊന്നുമില്ല, ആനന്ദി പറഞ്ഞു. അപ്പോഴേക്കും അവർ നടന്ന് കോളേജിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് കോളേജിൽ എല്ലാ അക്കാദമിയിലെയും കുട്ടികൾ തിക്കി നിൽക്കുന്നത് കണ്ടു. 4-5 വനിതാ പോലീസുകാർ ചിങ്കാവിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് രേഷ്മയും റാമും ആനന്ദിയും കാര്യമൊന്നും മനസ്സിലാകാതെ നിന്നു. പോലീസുകാരുടെ കയ്യിൽ 10ഓളം വലിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ കഞ്ചാവും ഉണ്ടായിരുന്നു. യു ചീറ്റ്, ഫക്ക് യു, ചിങ്കാവി ഒരു വശത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർ നോക്കുമ്പോൾ ആ ഭാഗത്തായി വെട്രി ചിങ്കാവിയെ നടുവിരൽ ഉയർത്തിക്കാട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്തൊക്കെയോ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. അവർക്കരികിൽ ശ്രീനിവാസ് സാറും ശിവസാറും മറ്റുള്ള ചില അധ്യാപകരും നിൽപ്പുണ്ടായിരുന്നു. വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം നിൽക്കുന്ന വെട്രിയുടെ അരികിലേക്ക് അവർ 3 പേരും ആളുകളുടെ ഇടയിലൂടെ നുഴഞ്ഞു ചെന്നു. എന്താടാ സംഭവം? റാം ചോദിച്ചു. 2 വർഷത്തോളമായി ഞാൻ അവളെ നോക്കി വച്ചേക്കുമായിരുന്നു അച്ഛാ. കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടു. എന്തുവാടാ നീ തെളിച്ചു പറ, രേഷ്മ ആകാംക്ഷയിൽ ചോദിച്ചു. എടി രേഷ്മേ, കടലിൽ ഒലിച്ചുപോയ അവളില്ലേ, ആ ഫറൂച്ചി, അവളും ഇവളുമൊക്കെ ഒരേ ഗ്യാങ്ങാ. ഇന്നലെ ഇവളെ ഫ്ലാറ്റിൽ കൊണ്ടാക്കാൻ ചെന്നപ്പോൾ ഇവളെനിക്ക് ഫറൂച്ചിയെ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നു. അന്നവൾ ചത്തെന്ന് കരുതി ഞാൻ വട്ടുകേറി നടന്നപ്പോൾ ഈ ചിങ്കാവിയായിരുന്നു എന്നെ സാന്ത്വനിപ്പിച്ച് ദുഃഖം മറയ്ക്കാൻ കഞ്ചാവ് ബീഡിയൊക്കെ തന്നുകൊണ്ടിരുന്നത്. അത് ഞാൻ സഹിക്കും. ചെറിയ പാക്കറ്റിലെ കഞ്ചാവ് ബീഡി നഷ്ടമാണ് ചേട്ടാ. പാർട്ടി പാക്കറ്റ് വാങ്ങുന്നത് ലാഭമെന്നും പറഞ്ഞ് 7000 രൂപയും വാങ്ങി പോയതാ ഇവള്. പിന്നെ കാണുന്നത് ഇവിടെ വെച്ചാ. മുടിയൊക്കെ വെട്ടി കോലം മാറിയപ്പോൾ ഇവക്കെന്നെ പിടികിട്ടി കാണില്ല. പക്ഷേ ആ ഫറൂച്ചി, അവൾക്കെങ്കിലും ബോധമുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവളും എന്നെ തിരിച്ചറിഞ്ഞില്ല. നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് മാത്രം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലാന്ന്. എന്നെ ഇത്ര പെട്ടെന്ന് മറക്കണമെങ്കിൽ ഇവളുമാർ ഈ 2 വർഷം കൊണ്ട് എത്ര പേരെ പറ്റിച്ചു കാണും. പക്ഷേ ഞാനൊന്നും മറക്കില്ലല്ലോ. 2 ദിവസമായി ഇവളെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഇവളിവിടെ പഠിക്കുന്നത് തന്നെ സ്റ്റുഡൻ്റ് എന്ന ലേബലും വെച്ച് സിറ്റിയിൽ കഞ്ചാവ് വിൽക്കാനാ. രാവിലെ ഇവളിവിടെ വരുമ്പോൾ ബാഗിൽ കഞ്ചാവ് ഉണ്ടാവും. നമ്മുടെ കോളേജിലെ ലേഡീസ് ടോയ്ലറ്റിൻ്റെ സീലിങ്ങിനുള്ളിലാണ് ഇവളുടെ ഒളിസങ്കേതം. ഇവളെ ആരെങ്കിലും ഫോൺ ചെയ്താൽ ഉടനെ അവൾക്ക് ടോയ്ലറ്റിൽ പോകണം. ഇന്നലെ ലഞ്ച് ബ്രേക്ക് ടൈമിന് 8 തവണയാണ് ഇവൾ ടോയ്ലറ്റിൽ കയറിയത്. ആ 8 തവണ ഇവളെ ആരൊക്കെയോ കാണാൻ വരികയും ചെയ്തു. ചോദിച്ചപ്പോൾ കസിൻസ് ആണെന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എത്തി ലേഡീസ് ടോയ്ലറ്റിൽ ഒരു പരിശോധന നടത്തിയപ്പോഴല്ലേ പഴയ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടത്. ശ്രീനിവാസ് സാറിനോട് അപ്പോൾ തന്നെ കാര്യം പറഞ്ഞു. സാറാണ് ലഞ്ച് ബ്രേക്ക് ടൈമിന് കഞ്ചാവുമായി ഇവളെ കയ്യോടെ പിടിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ പോലീസ് പരിശോധിച്ചപ്പോൾ ടോയ്ലറ്റിലെ വേസ്റ്റ് ബിന്നിൽ കഞ്ചാവ് ബീഡിയുടെ 1-2 കുറ്റികളും ഉണ്ടായിരുന്നു. അതിനർത്ഥം ഈ കോളേജിലെ പെണ്ണുങ്ങൾ ആരൊക്കെയോ ടോയ്ലറ്റിൽ കയറി കഞ്ചാവ് അടിക്കാറുണ്ടെന്നല്ലേ. എന്തായാലും ഇവളെ കയ്യോടെ പൊക്കി. ഇനി ആ മത്സ്യകന്യയെ കൂടി എനിക്കൊന്ന് ചെന്ന് കാണണം, വെട്രി പറഞ്ഞു. പോലീസ് പോയതോടെ കുട്ടികളൊക്കെ പല വഴിക്ക് പിരിഞ്ഞു. അണ്ണന്മാരെ, എൻ്റെ പങ്കാളിയെ കണ്ടോ? ആ ചോദ്യം കേട്ട് റാം തിരിഞ്ഞു നോക്കുമ്പോൾ സൗമ്യ കിറങ്ങി അടിച്ചതുപോലെ നിൽപ്പുണ്ട്. ആനന്ദിയും രേഷ്മയും അവളെ സൂക്ഷിച്ചു നോക്കി.
ആൻറ്റിമാരെ, നിങ്ങൾ എൻ്റെ പങ്കാളിയെ കണ്ടോ? ഹാ, ആരാടി നിൻ്റെ ആൻറ്റി? രേഷ്മ ദേഷ്യത്തോട് ചോദിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആ ബീഡിക്കുറ്റിയുടെ ഉറവിടം? റാം വെട്രിയെ നോക്കി പറഞ്ഞു. സൗമ്യ അപ്പോഴും അവരെയും നോക്കി പ്രതീക്ഷയോടെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ പോയാൽ ഒരു അമ്മ ഉണവകമുണ്ട്. അവിടെ വിളമ്പാൻ നിൽക്കുന്ന അക്കയോട് ചോദിച്ചാൽ മതി. നിന്റെ പങ്കാളിയെ കാണിച്ചു തരും, രേഷ്മ പറഞ്ഞു. അത് കേട്ട് സൗമ്യ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നത് നോക്കി ആനന്ദിയും റാമും വെട്രിയും നിർത്താതെ ചിരിച്ചു. ഒന്നേലവൾ, അല്ലേലിവൾ. ഇന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കോളും. രേഷ്മ സൗമ്യയുടെ പോക്കും നോക്കി കൈകൊട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. ഇതേ സമയത്ത് വെട്രിയുടെ ഫോണിലേക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വന്നു. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ദയവായി എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും വിടാം.